ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂർണ്ണ വ്യക്തിത്വം, ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സർഗാത്മകതയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്ന അടുത്ത ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വം, അല്ലെങ്കിൽ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഉദ്ഗ്രഥിത വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പരിസ്ഥിതിയുമായി പൂർണ്ണമായും സംയോജനം സ്ഥാപിക്കുന്ന വ്യക്തിത്വത്തെയാണ് എന്തെന്ന് പറയുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തൊട്ടേ കാണുക, കാരണം സൈക്കോളജിയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ എല്ലാത്തിലും കാണും. അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുക, പരിസ്ഥിതിയുമായിട്ട് പൂർണ്ണമായും സമായോജനം സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് എന്തെന്ന് പറയുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തൻ്റെ കഴിവിന് അനുസരിച്ചായിരിക്കും. അവർക്ക് തൻ്റെ കഴിവുകേടുകളും എന്താണ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം എന്താണ് അതെല്ലാം തൻ്റെ കഴിവിന്, നമുക്ക് എത്ര കഴിവുണ്ടോ അതനുസരിച്ചായിരിക്കും എന്ത് ആഗ്രഹങ്ങളും പ്രതീക്ഷയും ഉള്ളത്. എന്ത് കാരണം ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ള വ്യക്തി ആണെങ്കിൽ അവർക്ക് തൻ്റെ കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈക്കോളജിയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയതൊക്കെ വരും, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് എന്താണ്, അവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം അവരുടെ തന്നെ കഴിവിന് അനുസരിച്ചായിരിക്കും. അതുകൊണ്ടെന്താണ് അവർക്ക് തൻ്റെ കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന വഴികളാണ്. അപ്പോൾ കുറച്ച് വഴികളുണ്ട്. ആ വഴികളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് ചെന്നെത്താമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സ്വയം ബഹുമാനം, എന്താണ് സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ എന്താണ് അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പിന്നെന്താണ് വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക. ആദ്യം പറയുന്നത് എന്താണ്, സ്വയം ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം, അനുകൂലമായ മനോഭാവം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, പിന്നെന്താണ് വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക. അടുത്ത പോയിന്റ് എന്താണ്, വിദ്യാലയത്തിലെയും വീട്ടിലെയും ജീവിതം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക. അപ്പോൾ വിദ്യാലയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്താണ് ജീവിതം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണം. അടുത്ത പോയിന്റ്, നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കുക, നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ നല്ല ലക്ഷ്യങ്ങളും ലക്ഷ്യബോധമുള്ള ആൾക്കാർക്കാണല്ലോ ഇതൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കുക, അതേപോലെ തന്നെ എന്താണ് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് എന്തെന്ന് പറയുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന വഴികളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം, സ്വയം ബഹുമാനം, അനുകൂല മനോഭാവം, വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക, സെൽഫ് റെസ്പെക്റ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നിവ എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുക്കുക, വിദ്യാലയത്തിലെയും വീട്ടിലെയും ജീവിതം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക, നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക അവരെ പ്രചോദിപ്പിക്കുക, പിന്നെന്താണ് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ്, അടുത്തൊരു ടോപ്പിക്കാണ് എബ്രഹാം മാസ്ലോ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എബ്രഹാം മാസ്ലോ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തി ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണ്? മാനവികതാവാദത്തിൻ്റെ വക്താവാണ് ആര്? എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയുമനുസരിച്ച്
ആത്മസാക്ഷാത്കാരം അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളത്. അപ്പോൾ ആത്മസാക്ഷാത്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു. ഒരു നമ്മുടെ സന്യാസിയുടെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ടോപ്പ് ലെവൽ എന്താണ്? ആത്മസാക്ഷാത്കാരം തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വസാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? അത് അബ്രഹാം മാസ്ലോയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. എബ്രഹാം മാസ്ലോ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണെന്ന് ചോദിക്കുക. ഏതാണ്? മാനവികതാവാദത്തിൻ്റെ വക്താവാണ് എബ്രഹാം മാസ്ലോ. മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചതാര്? ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. അപ്പോൾ മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ഒരു ശ്രേണിയായിട്ട് ചിത്രീകരിച്ചത് ആരാണ്ടാ? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. സ്വത്വസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സ്വത്വസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാര്? ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ് സ്വത്വസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അടുത്ത് എബ്രഹാം മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തം ഏതാണ്? അത് ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ്. ആവശ്യങ്ങളുടെ ശ്രേണി. നമ്മൾ പറഞ്ഞു ആവശ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ ഉണ്ടാക്കിയ ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. അപ്പോൾ മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തം ഏതാണ്? അത് ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ്, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. അപ്പോൾ മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തം ഏതാണ്? ആവശ്യങ്ങളുടെ ശ്രേണി, ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്രമീകരിക്കാവുന്ന. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ക്രമീകരിച്ചത് ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. മാസ്ലോ മാനവികതാവാദത്തിൻ്റെ വക്താവാണ് നമ്മുടെ മാസ്ലോ എന്ന് പറയുന്നത്. താഴെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹം ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ആ ഒരു പിരമിഡിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് കണ്ടൊന്ന് വായിച്ച് വെച്ചേക്കുക. അപ്പോൾ ആ ഒരു പിരമിഡിൻ്റെ ഏറ്റവും താഴത്തെ കാര്യങ്ങൾ നമുക്കത് നേടുമ്പോൾ എന്ത് ചെയ്യും? തൊട്ട് മുകളിലത്തെ കാര്യങ്ങൾ നേടാനായിട്ടുള്ള പ്രചോദനം എന്ത് ചെയ്യും? നമുക്ക് ഉണ്ടാവും. അപ്പോൾ താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. ആസ് യൂഷ്വൽ നിങ്ങളിപ്പോൾ ഒരു ജോലി വാങ്ങിച്ചു. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്ത് ചെയ്യണം? ഒരു വാച്ച് വാങ്ങിക്കണം. വാച്ച് വാങ്ങിച്ചപ്പോൾ എന്താണ്? ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണമെന്ന് അടുത്ത ആഗ്രഹം വന്നു. അങ്ങനെയുള്ള അറിയാമല്ലോ, ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത തലത്തിലുള്ള ആവശ്യങ്ങൾ എന്ത് വരുന്നു? ഉയർന്ന് വരുന്നു. ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ശ്രേണിയുടെ അടിയിലായി നൽകിയിട്ടുള്ളപ്പോൾ ആത്മസാക്ഷാത്കാരം അതായത് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ നൽകിയിരിക്കുന്നത്. ഞാൻ നമ്മുടെ രണ്ടാമത്തെ വീഡിയോട്ട് പറഞ്ഞാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ, അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ്, അത് എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രേണിയുടെ അടിയിലായിട്ട് നൽകിയിട്ടുള്ളപ്പോൾ ആത്മസാക്ഷാത്കാരം എവിടെയാണ്? നമ്മുടെ ഏറ്റവും ഉന്നത തലത്തിലാണ്. നിങ്ങൾ ആ പിരമിഡ് ഒന്ന് നോക്കുക. അപ്പോൾ പറഞ്ഞു തന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ശ്രേണിയുടെ നമുക്ക് ആദ്യം നേടേണ്ട അതെന്താണ്? അപ്പോൾ അത് ഏറ്റവും അടിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എവിടെയായിരിക്കും? ഞാൻ കഴിഞ്ഞ വീഡിയോട്ട് പറഞ്ഞു വരുന്നത് എവിടെയായിരിക്കും? ഏറ്റവും മുകളിലായിരിക്കും. മനസ്സിലായല്ലോ? അടുത്ത് ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഉയർന്ന തലമാണെന്ത്? ഒരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഉയർന്ന തലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വാവിഷ്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ആ ഒരു കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഉയർന്ന തലമാണെന്തെന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വാവിഷ്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് സമായോജനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്. അപ്പോൾ
സമായോജനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ശാരീരിക ഫിസിയോളജിക്കൽ, സുരക്ഷിതത്വം സേഫ്റ്റി, സ്നേഹസംബന്ധമായവ എന്ന് പറയുമ്പോൾ എന്താണ്? ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്, ആദരം സെൽഫ് എസ്റ്റീം, ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമായോജനത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എന്താണ്? നമ്മൾ ആ ഒരു നമ്മുടെ ആ ഒരു പിരമിഡിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലെത്തിക്കുന്ന എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മ സാക്ഷാത്കരണത്തിലേക്ക് എത്തിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ആവശ്യം കഴിയുമ്പോൾ എന്താണ്? അവന് സുരക്ഷിതത്വം വേണമെന്ന് തോന്നും, പിന്നെന്താണ്? അവന് ലവ് വേണമെന്ന് തോന്നും, പിന്നെ അവന് ആദരം വേണമെന്ന് തോന്നും, പിന്നെന്താണ്? ലാസ്റ്റ് അവന് ആത്മയാഥാർത്ഥ്യവൽക്കരണം, ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിൽ അവൻ എത്തും. അപ്പോൾ ഏറ്റവും താഴെ അവന് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് തോന്നും, പിന്നെന്താണ്? സുരക്ഷിതത്വം വേണമെന്ന് തോന്നും, സ്നേഹസംബന്ധമായ അതായത് നമ്മുടെ പ്രണയം അല്ലെങ്കിൽ ലവ് അത് വേണമെന്ന് തോന്നും, പിന്നെ ആദരം വേണമെന്ന് തോന്നും, പിന്നെന്താണ്? ആത്മയാഥാർത്ഥ്യവൽക്കരണത്തിൽ അവൻ ചെന്നെത്തും. മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശിക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി അളക്കുവാൻ കഴിയാത്തത് ഒരു പോയിന്റാണ്. അപ്പോൾ നമ്മുടെ മാസ്ലോയുടെ മാനദണ്ഡങ്ങൾ എന്താണ്? ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി അളക്കുവാൻ കഴിഞ്ഞില്ല. ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താഗതികളെയും അടിസ്ഥാനമാക്കിയുള്ളവ ആയതിനാൽ സാർവദേശീയ പരിഗണന നൽകാൻ കഴിയില്ല എന്നും വാദിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ്? ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ എന്താണ്? പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താഗതികളെയും അടിസ്ഥാനമാക്കിയുള്ളവ ആയതിനാൽ എന്താണ്? സാർവദേശീയ പരിഗണന നൽകാൻ കഴിയില്ല എന്നും വാദിക്കപ്പെടുന്നു. അടുത്ത പോയിന്റ്, താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവൂ എന്ന വാദവും ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്? തൊട്ട് താഴെയുള്ള നമ്മൾ നേടിക്കഴിയുമ്പോൾ എന്താണ്? തൊട്ട് മുകളിലത്തെ പോവും, അത് നേടിക്കഴിയുമ്പോൾ അടുത്ത മുകളിൽ പോവും. അങ്ങനെയാണ് നമ്മുടെ മാസ്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്ന വാദവും എന്താണ്? അതും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ്, മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു? അപ്പോൾ മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു? അത് ബിഹേവിയറിസമാണ് അല്ലെങ്കിൽ ചേഷ്ടാവാദമാണ്. അപ്പോൾ മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു? അത് ചേഷ്ടാവാദത്തിനാണ്, അല്ലെങ്കിൽ ഏതാണ്? ബിഹേവിയറിസത്തിനാണ് ഒന്നാം സ്ഥാനമെന്ന് പറയുന്നത്. മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തതിന് കാരണം എന്താണ്? മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ് മാസ്ലോ അങ്ങനെ എതിർത്തത്. അപ്പോൾ മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തതിന് കാരണം എന്താണ്? അത് മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ് നമ്മുടെ മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തത്. ഓക്കെ ആണല്ലോ. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ട്, പക്ഷേ എന്താണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വലിയ ലോങ് കൂടിയങ്ങ് പോകും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. വലിയ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ടോപ്പിക്കാണ് ഉത്തരമാനവികത കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? ഉത്തരമാനവികത കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ പരിണാമവാദം, പാരമ്പര്യവാദം, ന്യൂ ജെനിക്സ് തുടങ്ങിയവ വികസിച്ചതോടുകൂടി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ 3 ശാസ്ത്രകാരന്മാർ ആരൊക്കെയാണ്? ജൂലിയൻ ഹെക്സ്ലി, JD ബർണർ, E.X. ഹാർഡൈൻ എന്നിവർ ഇവ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി. അപ്പോൾ പരിണാമവാദം, പാരമ്പര്യവാദം, ന്യൂജെനിക്സ് തുടങ്ങിയവ വികസിച്ചതോടുകൂടി എന്താണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ 3 ശാസ്ത്രകാരന്മാർ ആരൊക്കെയാണ്? ജൂലിയൻ ഹെക്സ്ലി, JD ബർണർ, E.X. ഹാർഡൈൻ എന്നിവർ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെ സംബന്ധിച്ച വിശദമായ പഠനം നടത്തി. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? നമ്മുടെ ജൂലിയൻ ഹെക്സ്ലിയാണ്. അപ്പോൾ ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? നമ്മുടെ ജൂലിയൻ ഹെക്സ്ലിയാണ് ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. സ്വാഭാവികവും ജൈവികവുമായ പരിണാമത്തിനപ്പുറം
മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോസ്റ്റ് ഹ്യൂമനിസം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്വാഭാവികമായും ജൈവികവുമായ പരിണാമത്തിനപ്പുറം പിന്നെന്താണ്, ഇപ്പോൾ എന്താണ്, മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ഹ്യൂമനിസം പങ്ക് വയ്ക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു, സിമ്പിളാണ്. അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം. അപ്പോൾ എന്താണ് ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് നോക്കാം. ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണെന്ന് പറയുന്നത് നമ്മുടെ ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയും. നമുക്ക് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ ഈ ഒരു വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഈ ഒരു മലയാളം വേർഡാണ് നമുക്ക് പാടായിട്ട് വരുന്നത്. ആത്മാദരത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾക്ക്, അതായത് ഉപാധികൾ എന്ന നമ്മുടെ ടൂളുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ, പിന്നെന്താണ് സെൽഫ് എസ്റ്റീം ഇൻവെൻറ്ററി. അപ്പോൾ നമ്മൾ ഈ ഒരു ആത്മാദരം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും പിന്നെന്താണ് സെൽഫ് എസ്റ്റീം ഇൻവെൻറ്ററി. അടുത്ത്, ഒരു വ്യക്തി ആത്മാദരത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ആത്മാദരത്തിൻ്റെ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് എന്തെന്ന് പറയുന്നത് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആത്മാദരത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾ ഏതൊക്കെയാണ്? റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും സെൽഫ് എസ്റ്റീം ഇൻവെൻറ്ററിയാണ്. ഒരു വ്യക്തിയുടെ ആത്മാദരത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധി ഏതാണ്? റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലാണ്. അടുത്ത നമ്മുടെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദം. അപ്പോൾ ഗസ്റ്റാൾട്ട് സമഗ്രതാവാദം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗസ്റ്റാൾട്ട് ആ ജിയിൽ തന്നെയുണ്ട്. എവിടെ? ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദം എവിടെ രൂപം കൊണ്ടു? ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. എന്ന് രൂപം കൊണ്ടു? 1912 ജർമ്മനിയിലാണ് ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദം രൂപം കൊണ്ടത്. അപ്പോൾ ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് വെർത്തീമറാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? മാക്സ് വെർത്തീമറാണ്. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ് മാക്സ് വെർത്തീമർ. അപ്പോൾ ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ സമഗ്രതാവാദത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ജിയിൽ തന്നെ ഉണ്ട്. എന്താണ്? ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. 1912 രൂപം കൊണ്ടു. ഉപജ്ഞാതാവാരാണ്? മാക്സ് വെർത്തീമറാണ്. അദ്ദേഹം ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ്. അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിനു കാരണമായ പ്രത്യക്ഷണ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് എന്തെന്ന് പറയുന്നത് സമഗ്ര രൂപമെന്ന് പറയുന്നത്. അപ്പോൾ അംശങ്ങളുടെ ആകെ തുകയേക്കാൾ, ഇത് നമുക്ക് ഇങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിനു കാരണമായ പ്രത്യക്ഷണ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സമഗ്ര രൂപമെന്ന് പറയുന്നത്. സമഗ്രത എന്ന വാക്കിനർത്ഥം എന്താണ്? സമഗ്ര രൂപം അല്ലെങ്കിൽ സാകല്യ രൂപം, കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമഗ്രത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമഗ്ര രൂപം അല്ലെങ്കിൽ സാകല്യ രൂപം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്നാണ് സമഗ്രത എന്ന വാക്കിൻ്റെ അർത്ഥം. ഘടകങ്ങൾ ചേർന്നു നിൽക്കുന്ന രൂപത്തെ അർത്ഥമാക്കുന്ന പദമാണ് സമഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഘടകങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു രൂപത്തെ അർത്ഥമാക്കുന്ന പദമാണ് എന്തെന്ന് പറയുന്നടാ നമ്മുടെ സമഗ്രത എന്ന് പറയുന്നത്. പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കിയിട്ടാണ് ഈ മനഃശാസ്ത്ര വിഭാഗം ആരംഭിച്ചത്. അപ്പോൾ പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കിയാണ് ഈ ഒരു മനഃശാസ്ത്ര വിഭാഗം ആരംഭിച്ചത്. ഒരു വസ്തുവിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ, അതായത് പെർസെപ്ഷൻ്റെ അടിസ്ഥാനമെന്ന് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം വാദിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഏത് മനഃശാസ്ത്രം വാദിക്കുന്നു? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം വാദിക്കുന്നു.
ഒരു പഠിതാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നു, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം സിദ്ധാന്തിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു പഠിതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവരുടെ വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഒരു പഠിതാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ പഠിപ്പിക്കുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കൂ എന്ന് സിദ്ധാന്തിക്കുന്ന എന്താണ്, നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം, ക്ഷേത്ര സിദ്ധാന്തം എന്നിവ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ സംഭാവനയാണ്. അത് നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് പഠിക്കാം. അന്തർദൃഷ്ടി സിദ്ധാന്തം, ക്ഷേത്ര സിദ്ധാന്തം എന്നിവ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ എന്താണ്, സംഭാവന ആണ്. അടുത്ത പോയിന്റാണ്, സമഗ്രതാവാദത്തിന് അടിത്തറയിട്ടത് ആരാണ്? മാക്സ് വെർത്തീമർ, വോൾഫ് ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്കെ. അപ്പോൾ സമഗ്രതാവാദത്തിന് അടിത്തറയിട്ട ജർമ്മൻ മനഃശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? മാക്സ് വെർത്തീമർ, വോൾഫ് ഗാങ് കോഹ്ലർ, പിന്നെ ആരാണ്? കർട്ട് കോഫ്കെയാണ്. അപ്പോൾ സമഗ്രതാവാദത്തിന് അടിത്തറയിട്ട 3 ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ആരൊക്കെയാണ്? മാക്സ് വെർത്തീമർ, വോൾഫ് ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്കെ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്? എന്ത് പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതും ആണ്. അപ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? എന്തു പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതും ആണ്. അടുത്ത നമ്മുടെ പോയിന്റാണ് ഗസ്റ്റാൾട്ട് നിയമങ്ങൾ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് ലോസ്, സമഗ്രതാ നിയമങ്ങൾ. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? സമഗ്രതാ നിയമങ്ങളാണ് ഗസ്റ്റാൾട്ട് ലോസ്. ചോദകങ്ങളെ പ്രത്യക്ഷണത്തിനൊത്തു വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിധേയമാണ്. ഈ ചോദകം എന്നൊക്കെ കേൾക്കുമ്പോൾ, ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കും. ഞാൻ തുടങ്ങുന്ന സമയത്തേ പറഞ്ഞതാണ്. ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. ഈ ചോദകം, പ്രതികരണം, വ്യവഹാരം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ അത് വെറും ബോറാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊന്ന് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചോദകങ്ങളെ പ്രത്യക്ഷണത്തിനൊത്ത് വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിധേയമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ സബ് പോയിന്റുകളാണ്. ഇതിനെന്ത് ചെയ്യണം, നമ്മൾ പഠിക്കും. അതിൽ ഒന്നാമത്തേത് സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലാ ഓഫ് സിമിലാരിറ്റി. ഇതിലെനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം വാക്കിനെക്കാട്ടി ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവും. അത് വരുന്ന വഴിക്ക് നമ്മളത് കുറച്ച് പിക്ചർ റെപ്രസെൻറ്റേഷൻ വഴി നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് സിമിലാരിറ്റി. സാമീപ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് പ്രോക്സിമിറ്റി. ഇതാണ് സാമീപ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് പ്രോക്സിമിറ്റി. സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് ക്ലോഷ്യർ. എന്താണ് നമ്മുടെ സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് ക്ലോഷ്യർ. തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് കണ്ടിന്യൂറ്റി. ലാ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ എന്താണ്? തുടർച്ചാ നിയമം. ലാസ്റ്റ് ഏതാണ്? രൂപപശ്ചാത്തല ബന്ധം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. അപ്പോൾ ലാസ്റ്റ് എന്താണ്? രൂപപശ്ചാത്തല ബന്ധം അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മുടെ സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് സിമിലാരിറ്റി. ലാ ഓഫ് സിമിലാരിറ്റി അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തെ പോയിന്റാണ്, അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമ്യതാ നിയമം. ഇതിൽ ഒരേപോലത്തെ ഡോട്ടുകളെ നമുക്ക് ഒരേപോലെ ആയിട്ടല്ലേ തോന്നുന്നത്, അതിനെയാണ് നമ്മൾ സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു പിക്ചർ മാത്രം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഇതാണ് ലോ ഓഫ് സിമിലാരിറ്റി. കുറച്ച് ക്ലാരിറ്റി നല്ല കുറവാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് നമ്മുടെ ഫോട്ടോയാണ് ലാ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗസ്റ്റാൾട്ട് ലോസിൻ്റെ കുറേ ഉണ്ട്, അത് നമുക്ക് വരുന്ന താഴോട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഓഫ് സിമിലാരിറ്റിക്ക് ഉദാഹരണം എന്താണ്? ഇതാണ് ലോ ഓഫ് സിമിലാരിറ്റിക്ക് ഉദാഹരണം. അടുത്ത നമ്മുടെ നിയമമാണ് സാമീപ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് പ്രോക്സിമിറ്റി. അത് പറയുന്നത് എന്താണ്? അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംഗങ്ങളെ
ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംഗങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാമീപ്യ നിയമത്തിന് ഉദാഹരണമാണ്. എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അടുത്ത് വരുമ്പോൾ അത് രണ്ടും ഒന്നായിട്ട് തോന്നുന്ന അവസ്ഥ. മനസ്സിലായല്ലോ, ഇതാണ് സാമീപ്യ നിയമം. ഇതാണ് ആ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം. അടുത്തത് എന്താണ്? സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള പ്രവണത കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള പ്രവണത കാണിക്കുന്നതാണ് എന്താ നമ്മുടെ സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു? ഒരു വൃത്തമായിട്ട് തോന്നുന്നു. അതെന്താണ്? ഈ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷറിന് ഉദാഹരണമാണ്. ഈ ഒരു പാണ്ടയുടെ ഫിഗർ കണ്ടല്ലോ, നമുക്കിത് പാണ്ടയായിട്ടാണല്ലോ തോന്നുന്നത്. അവിടെ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ എന്താണ് ഒരു നമ്മുടെ ലൈന് പോലും ഇല്ല, എന്താണ് നമുക്കത് ക്ലോസ്ഡ് ആയിട്ട് തോന്നും. ഇവിടെ കണ്ടല്ലോ ഒരു റൗണ്ടാണ്, പക്ഷേ ഞാനിപ്പോൾ റൗണ്ടാണെന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന് പറയുന്ന നിയമം അനുസരിച്ചാണ്. ഇവിടെ കണ്ടല്ലോ ഒരു ട്രയാങ്കിളാണ്. ഇപ്പോൾ എന്താണ് ഇത് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് തോന്നിയതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ലാ ഓഫ് പ്രഗ്നാൻസ് എന്ന് വിവക്ഷിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ സമ്പൂർണ്ണ നിയമത്തെയാണ്. അപ്പോൾ ലാ ഓഫ് പ്രഗ്നാൻസ് എന്ന് വിവക്ഷിക്കുന്ന ഏതാണ്? നമ്മുടെ സമ്പൂർണ്ണ നിയമത്തെയാണ്. അടുത്ത് നമ്മൾ തുടർച്ചാ നിയമമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഏതാണ്? തുടർച്ചാ നിയമമാണ്. ലാ ഓഫ് കണ്ടിന്യൂറ്റിയാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ പാകത്തിന് ശൃംഖലനം ചെയ്യുന്നതിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ പാകത്തിന് ശൃംഖല ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ ഈ ഒരു ലൈന്, ഇത് തുടർച്ചാ നിയമത്തിന് ഉദാഹരണമാണ്. ഇതാണ് കറക്റ്റ് തുടർച്ചാ നിയമത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നുള്ള ആ ഒരു നമ്മുടെ തോന്നലുണ്ടല്ലോ, അതാണ് നമ്മുടെ തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ തുടർച്ച, ഈ ഒരു നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള നമ്മുടെ ആ ഒരു കണക്ക് കൂട്ടലാണ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപ പശ്ചാത്തല ബന്ധം അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷനാണ്. സിമ്പിളാണ്. ലാസ്റ്റ് എന്താണ്? രൂപ പശ്ചാത്തല ബന്ധം അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷനാണ്. വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുകയും പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന നിയമത്തെയാണ് എന്തെന്ന് പറയുന്നത്? രൂപ പശ്ചാത്തല ബന്ധമെന്ന് പറയുന്നത്. ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കുറേ ഫോട്ടോസാണ്. ഇവിടെ കണ്ടല്ലോ, ഇവിടെ നമുക്കൊരു സ്ത്രീയുടെ രൂപവും കാണാൻ പറ്റും. പിന്നെ എന്താണ് നമ്മുടെ ഒരു ബ്യൂഗിളാണോ അതിൻ്റെ പേരെന്നറിയില്ല, ആ ഒരു ഇത് വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപവും കാണാൻ പറ്റും. ഇവിടെ എന്താണ് നമ്മുടെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു മരത്തിൻ്റെ രൂപമാണ്. പിന്നെ എന്താണ് രണ്ട് കിളികൾ പറന്നു പോകുന്നു. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ എനിക്ക് തോന്നുന്നു ഒരു ചിമ്പാൻസിയാണെന്നോ, ചിമ്പാൻസിയും നമ്മുടെ കടുവയാണെന്നോ ഇതൊരു പിക്ചറാണ്. അടുത്തെന്താണ്? ഇവിടെ കണ്ടല്ലോ, ഇവിടെ കുറേ നമ്മുടെ വിളക്കുകളുടെ ഭാഗങ്ങൾ തിരിച്ചു വച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണ്? ഇവിടെ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ ഒരു മനുഷ്യൻ. അടുത്തെന്താണ്? നമ്മുടെ വേറൊരു പിക്ചറാണ്. നമ്മുടെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള പിക്ചർ, രണ്ട് മനുഷ്യന്മാർ അപ്പുറത്തും അപ്പുറത്തും നിൽക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു നടുക്കത്തെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് വേറെ എന്തോ ആയിട്ട് തോന്നും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? രൂപ പശ്ചാത്തല ബന്ധമെന്ന് പറയുന്നത്. എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ രൂപ പശ്ചാത്തല ബന്ധമെന്ന് പറയുന്നത്. ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ എന്താണ്? പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവുമാണ്, അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ടാണ്. അപ്പോൾ ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവുമാണ്. പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും പ്രയോഗിക്കുവാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് ഇത് നമ്മുടെ സമഗ്രതാവാദ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും
പ്രയോഗിക്കുവാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് ഇത് നമ്മുടെ സമഗ്രതാവാദം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി. എന്താണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് തിയറി? പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യം പേര് കൊടുത്തത് ആരാണ്? നമ്മുടെ കോഹ്ലറാണ്. അപ്പോൾ ഒരു പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യം പേര് കൊടുത്ത ആരാണ്? നമ്മുടെ കോഹ്ലറാണ്. അതിൽ ചിമ്പാൻസിയെ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ഏറ്റവും ഉയർന്ന പഠനം അതായത് ഉൾക്കാഴ്ചയിലൂടെയാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്ത ആരാണ്? നമ്മുടെ കോഹ്ലറാണ്. അപ്പോൾ ചിമ്പാൻസിയെ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തിയ ആരാണ്? നമ്മുടെ കോഹ്ലറാണ്. എന്താണ് ഉയർന്ന പഠനം ഉൾക്കാഴ്ചയിലൂടെയാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്ത ആരാണ്? നമ്മുടെ കോഹ്ലറാണ്. ഈ പരീക്ഷണമൊക്കെ നമുക്കടുത്ത് നോക്കാം. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് അടിത്തറ നൽകുന്നതെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് എന്ത്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ്, ഓരോരുത്തരുടെയും അവരുടെ വ്യക്തിഗത അനുഭവമാണ് അവരുടെ അടിത്തറ നിർണ്ണയിക്കുന്നതെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഇത് നമ്മുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന സമർത്ഥനായ ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയതാണ് ആര്? നമ്മുടെ കോഹ്ലർ. അപ്പോൾ സുൽത്താൻ എന്ന സമർത്ഥനായ ഒരു ചിമ്പാൻസിയെ ഉപയോഗിച്ച് ആര് പരീക്ഷണം നടത്തി? നമ്മുടെ കോഹ്ലർ പരീക്ഷണം നടത്തി. അപ്പോൾ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? നമ്മുടെ കോഹ്ലറിൻ്റെ സംഭാവനയാണ്. അടുത്ത് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? വിശപ്പുള്ള, നമ്മൾ നോർമലി എന്താണ് ചിമ്പാൻസിൽ നമ്മൾ പറഞ്ഞു എവിടെയായിരിക്കും? അവരൊരു കൂട്ടിൻ്റെ അകത്തായിരിക്കും ചെയ്യുന്നത്, എന്താണ് നമ്മുടെ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. വിശപ്പുള്ള ചിമ്പാൻസിയെ ഇരുമ്പഴിയുള്ള കൂട്ടിൽ അടയ്ക്കുന്നു. അപ്പോൾ വിശപ്പുള്ള ഒരു ചിമ്പാൻസി എന്ത് ചെയ്തു? നമ്മുടെ കോഹ്ലർ ഇരുമ്പഴികളുള്ള ഒരു കൂട്ടിൽ അടയ്ക്കുന്നു. പഴങ്ങൾ കൂടിൻ്റെ മുകൾ തട്ടിൽ തൂക്കിയിടുന്നു. പഴങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കൂട്ടിൻ്റെ മുകൾ തട്ടിൽ എന്ത് ചെയ്യുന്നു? കോഹ്ലർ തൂക്കിയിടുന്നു. ഒരു പെട്ടി കൂടിൻ്റെ ഒരു മൂലയിൽ വയ്ക്കുന്നു. അപ്പോൾ ആ ഒരു പഴം മുകളിൽ തൂക്കിയിട്ടു. പിന്നെ എന്താണ്? ഒരു പെട്ടി, ഏതോ ഒരു പെട്ടി എന്ത് ചെയ്തു? ആ കൂടിൻ്റെ അകത്ത് മൂലയിൽ എന്ത് ചെയ്തു? നമ്മുടെ കോഹ്ലർ വയ്ക്കുന്നു. മറ്റൊരു പരീക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു? ഒന്നിൽ കൂടുതൽ പെട്ടികൾ നമ്മുടെ കോഹ്ലർ വയ്ക്കുക. നമുക്ക് വരുന്ന വഴിക്ക് പറയാം. ചിമ്പാൻസി എന്ത് ചെയ്യുന്നു? പഴത്തിൽ എത്തിപ്പിടിക്കുവാനുള്ള ആദ്യ ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. ആസ് യൂഷ്വൽ എന്താണ്? അതിൻ്റെ അകത്ത് പഴം കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചിമ്പാൻസി ചാടി പിടിക്കാൻ നോക്കും, പക്ഷേ എന്ത് ചെയ്യില്ല? പറ്റില്ല. അപ്പോൾ കുറേ നേരം ചിമ്പാൻസി ശ്രമിക്കും. കുറച്ചു കഴിഞ്ഞ് എന്താണ്? സുൽത്താൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും പെട്ടി പഴത്തിൻ്റെ കീഴെ വെച്ച് അതിന്മേൽ ചാടിക്കേറി പഴം കൈക്കലാക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ അതിൻ്റെ അകത്തൊരു പെട്ടി ഉണ്ടല്ലോ. അപ്പോൾ സുൽത്താൻ നമ്മുടെ ആദ്യം എന്ത് ചെയ്യും? കുറേ നേരം ചാടി നോക്കും, പഴം കിട്ടില്ല. പിന്നെ എന്താണ്? നോക്കുമ്പോൾ അവിടെ ഒരു പെട്ടി കാണും. ആ പെട്ടി എന്ത് ചെയ്യും? സുൽത്താൻ കൊണ്ട് അവിടെ തറയിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ മണ്ടയിൽ ചവിട്ടി കയറി എന്ത് ചെയ്യും? ആ ഒരു പഴം കഴിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഹ്ലറിൻ്റെ ചിമ്പാൻസി കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലോ? ഇതാണ്. അപ്പോൾ കുറേ പരീക്ഷണങ്ങൾ കോഹ്ലർ നമ്മുടെ സുൽത്താനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് SR അനുബന്ധനങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും, ഈ SR എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പറഞ്ഞു. SRഉം പറഞ്ഞു, RSഉം പറഞ്ഞു. S എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ് ആണ്. R എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആണ്. ഇതിനെ തിരിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് SR അനുബന്ധനങ്ങളിലൂടെ അല്ല എന്ന് കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തം ഏതാണ്? അതാണ് നമ്മുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ആരുടെയാണ്? നമ്മുടെ കോഹ്ലറിൻ്റെയാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് SR അനുബന്ധനങ്ങളിലൂടെ അല്ല എന്ന് ആര് കണ്ടെത്തി? കോഹ്ലർ കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധനത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തം ഏതാണ്? നമ്മുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് കോഹ്ലറിൻ്റെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്ത പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് പറയുന്നത് പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് സന്ദർഭത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ വീക്ഷിക്കാനും
പ്രസക്തമായ പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുവാനും സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, ഒരു പ്രശ്നത്തെ ഒരു കുരങ്ങൻ്റെ നമ്മുടെ ഇപ്പോൾ ഒരു പരീക്ഷണം പറഞ്ഞല്ലോ, ആ ഒരു പരീക്ഷണത്തിൽ നമ്മുടെ കുരങ്ങനെ അല്ലെങ്കിൽ ചിമ്പാൻസിക്ക് പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? സന്ദർഭത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ അതിനെ വീക്ഷിക്കാനും പ്രസക്തമായ പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചത് കൊണ്ടാണ്. അടുത്ത് പറയുന്നത് എന്താണ്? സമഗ്ര വീക്ഷണം അന്തർദൃഷ്ടിയിൽ കലാശിക്കുകയും അത് പ്രശ്നത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, സമഗ്രമായ ആ ഒരു വീക്ഷണം അന്തർദൃഷ്ടിയിൽ കലാശിക്കുകയും അതെന്താണ്, പ്രശ്നത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം സൂചിപ്പിക്കുകയും ചെയ്തു. അന്തർദൃഷ്ടി സംഭവിക്കുന്നത് ശ്രമപരാജയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അന്തർദൃഷ്ടി സംഭവിക്കുന്നത് എപ്പോഴാണ്? ശ്രമപരാജയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ചിമ്പാൻസി ചാടിക്കയറി പിടിച്ചു, കിട്ടിയില്ല. രണ്ടാമത് എന്ത് ചെയ്തു? പിടിച്ചു, കിട്ടിയില്ല. അപ്പോൾ കുറേ സമയത്തെ ആ ഒരു ശ്രമപരാജയങ്ങൾക്ക് ശേഷമാണ് ആ ഒരു അന്തർദൃഷ്ടി സംഭവിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കൊഹ്ലർ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ആരുടെയാണ്? നമ്മുടെ കൊഹ്ലറിൻ്റെ. നമ്മുടെ ചിമ്പാൻസിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, മനസ്സിലായല്ലോ. സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി. അത് കേർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? ക്ഷേത്ര സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി, കർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി. സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിൻ്റെ ആ ഒരു ആശയങ്ങളുടെ അനുബന്ധമാണെന്ത്? ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കർട്ട് ലെവിനാണ്. അപ്പോൾ ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കർട്ട് ലെവിനാണ്. കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? കേന്ദ്ര ആശയത്തിനാണ്. അപ്പോൾ നമ്മുടെ കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിന് പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? കേന്ദ്ര ആശയത്തിനാണ്. വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ആശയമാണെന്ത്? ക്ഷേത്രമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ആശയമാണ് എന്തെന്ന് പറയുന്നത്? ക്ഷേത്രമെന്ന് പറയുന്നത്. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലൈഫ് സ്പേസ് അല്ലെങ്കിൽ ജീവിത രംഗമെന്ന് പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്ര പരിസ്ഥിതി ഒരു ഭൗതികമായിട്ടുള്ള പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് എന്തെന്ന് പറയുന്നത്? ജീവിത രംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, വ്യക്തി അതായത് ജി എന്ന ലക്ഷ്യം ഗോൾ നേടാൻ മാറിപ്പോയി വ്യക്തി അത് തെറ്റായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കുക. വ്യക്തി അല്ലെങ്കിൽ ജി എന്ന ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഗോൾ എന്നാണ്. അപ്പോൾ വ്യക്തി ലക്ഷ്യം നേടാൻ അയാളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണെന്ത്? ഉത്തേജക ശക്തി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ലക്ഷ്യം നേടാൻ അയാളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് എന്ന് പറയുന്നത് ആ ഒരു ഉത്തേജക ശക്തി. ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി കിട്ടുമെന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ആ ഒരു ലക്ഷ്യം നേടാൻ അയാളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്തേജക ശക്തി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ജീവിത രംഗത്തിലുള്ള മറ്റു ചില ശക്തികൾ ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധനങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയെ പിന്നാക്കം തള്ളുന്ന പ്രതിബന്ധനങ്ങളാണ് മതിലുകളെന്ന് അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ജീവിത രംഗത്തിലുള്ള മറ്റ് ചില ശക്തികൾ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ പിന്നാക്കം തള്ളുന്ന പ്രതിബന്ധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മതിലുകളെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ വലിയ നമ്മുടെ ഒരു കുഴയ്ക്കുന്ന മലയാളമൊന്നുമല്ല, സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുഴയ്ക്കുന്ന മലയാളമാണ്, നമുക്ക് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് മനസ്സിലാവും. അടുത്ത്, തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം?
വിശുദ്ധ ശക്തികളുടെ സംയുക്ത ഫലം അനുകൂലമാകണം. അപ്പോൾ ഒരു തടസ്സം മാറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യും, നമ്മളൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് PSC പഠിച്ച് ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യപ്രാപ്തിയാണ്, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്താണ്, വിശുദ്ധ ശക്തികളുടെ സംയുക്തമായിട്ടുള്ള ഫലം എന്ത് ചെയ്യണം, അതിന് അനുകൂലമാകണം. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിലെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ്. അപ്പോൾ ഒരു ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിലെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ നമ്മുടെ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്താണ്, ഈ ലെവിൻ എന്ന് പറയുമ്പോൾ ആരാണ് ലെവിൻ, കർട്ട് ലെവിനെയാണ് നമ്മൾ ലെവിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിലെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ കർട്ട് ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ ലെവിൻ മൃഗങ്ങളെ പരീക്ഷണ വിധേയമാക്കിയ മറ്റ് സമകാലിക മനഃശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ ശിശുക്കളുടെ വ്യവഹാരത്തെയാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷണ വിധേയമാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മറ്റ് സമകാലികരായ ആ ഒരു സമയത്തുണ്ടായിരുന്ന അവരെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, പല രീതിയിൽ നമ്മൾ ചിമ്പാൻസിയിൽ പറഞ്ഞു, പൂച്ചയിൽ പറഞ്ഞു, എലിയിൽ പറഞ്ഞു, പിന്നെ എന്താണ് നായയിലൊക്കെ എന്താണ് അവർ ആ ഒരു സമയത്ത് പരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ നമ്മുടെ കർട്ട് ലെവിൻ എങ്ങനെയാണ്, മനുഷ്യ ശിശുക്കളുടെ വ്യവഹാരത്തെയാണ് അദ്ദേഹം പരീക്ഷണത്തിന് വിധേയമാക്കിയത്. സമഗ്രമായ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളുടെ ധർമ്മം എന്ന രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വ്യവഹാരത്തെ പഠിച്ചത്. അപ്പോൾ സമഗ്രമായ ഭൗതിക സാമൂഹിക സാഹചര്യങ്ങളുടെ ധർമ്മം എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ കർട്ട് ലെവിൻ വ്യവഹാരത്തെ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിയുടെ വ്യവഹാരം ലെവിൻ സമഗ്രമായ പരിസ്ഥിതി സാഹചര്യവും പുലർത്തുന്ന ഒരു ഏകതാ ബന്ധമാണ്. അപ്പോൾ നമ്മുടെ കർട്ട് ലെവിൻ്റെ ആ ഒരു അഭിപ്രായത്തിൽ എന്താണ്, വ്യവഹാരം യുക്തിയും സമഗ്രമായ പരിസ്ഥിതി സാഹചര്യവും പുലർത്തുന്ന ഒരു ഏകത എന്ന് പറയുമ്പോൾ രണ്ടും ക്ലോസ്ഡ് ആയിട്ടിരിക്കും, മനസ്സിലായല്ലോ, ആ ഒരു ബന്ധമാണെന്നാണ് പറയുന്നത്. അത് B=F/PE എന്നാണ് രേഖപ്പെടുത്താമെന്നാണ് പറയുന്നത്. B=F നമ്മുടെ ആ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് PE എന്ന് രേഖപ്പെടുത്താമെന്നാണ് പറയുന്നത്. അതിൽ B എന്ന് പറയുമ്പോൾ എന്താണ്, B എന്ന് പറയുമ്പോൾ വ്യവഹാരം, ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ B എന്ന് പറയുമ്പോൾ എന്താണ്, വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ ആണ്. F എന്ന് പറയുമ്പോൾ എന്താണ്, ഏകതാബന്ധം അല്ലെങ്കിൽ ഫങ്ഷൻ. F എന്ന് പറയുമ്പോൾ എന്താണ്, ഏകതാബന്ധം അല്ലെങ്കിൽ ഫങ്ഷനാണ്. P എന്ന് പറയുമ്പോൾ എന്താണ്, P എന്ന് പറയുമ്പോൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് P കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത് E എന്ന് പറയുമ്പോൾ എന്താണ്, സമഗ്ര മനഃശാസ്ത്ര പരിസ്ഥിതി സാഹചര്യം അല്ലെങ്കിൽ എന്താണ്, ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ E എന്ന് പറയുമ്പോൾ എന്താണ്, സമഗ്ര മനഃശാസ്ത്ര പരിസ്ഥിതി സാഹചര്യം, ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ് ആണ്. നമ്മുടെ കർട്ട് ലെവിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, അറിയാമല്ലോ. അടുത്ത് കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രക്രിയ? അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്, വൈജ്ഞാനിക പ്രക്രിയ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വൈജ്ഞാനിക വികസനം ഇന്ദ്രിയ സംവേദനം മുതൽ പ്രശ്ന നിർദ്ധാരണ ശേഷി വരെ നീണ്ടു നിൽക്കുന്ന മാനസിക വികസനമാണ്. അപ്പോൾ എന്താണ് വൈജ്ഞാനികമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത്, ഇന്ദ്രിയ സംവേദനം മുതൽ പ്രശ്ന നിർദ്ധാരണ ശേഷി വരെ നീണ്ടു നിൽക്കുന്ന മാനസിക വികസനമാണ് എന്നാണ് പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും മാനസിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനും വ്യക്തിക്കുള്ള ശേഷിയാണ് എന്തെന്ന് പറയുന്നത്, വൈജ്ഞാനിക വികസനമെന്ന് പറയുന്നപ്പോൾ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും മാനസിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനും വ്യക്തിക്കുള്ള ശേഷിയാണ് എന്തെന്ന് പറയുന്നത്, വൈജ്ഞാനിക വികസനമെന്ന് പറയുന്നത്. വൈജ്ഞാനിക വികസനത്തിൻ്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്. അപ്പോൾ ഒരു വൈജ്ഞാനിക വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്. മസ്തിഷ്കം പ്രധാനമായും ന്യൂറോണുകളാൽ നിർമ്മിതമാണ്. നമുക്കറിയാമല്ലോ മസ്തിഷ്കം എന്താണ്, പ്രധാനമായും ന്യൂറോണുകളാൽ നിർമ്മിതമാണ്.
ന്യൂറോണുകൾ സിനാപ്സുകൾ വഴി പരസ്പര ബന്ധിതമാണ്. ന്യൂറോണുകൾ എങ്ങനെയാണ് നമുക്കറിയാം. സിനാപ്സ് അറിയാം, സിനാപ്റ്റിക് നോബ് അറിയാം, നമ്മുടെ എന്താണ് മൈലിൻ ഷീത്ത് അല്ല, സിനാപ്സ്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ മസ്തിഷ്കം പ്രധാനമായും ന്യൂറോണുകളാൽ നിർമ്മിതമാണ്. ന്യൂറോണുകൾ എന്താണ്? സിനാപ്സുകൾ വഴി കണക്ടറാണ്, പരസ്പര ബന്ധിതമാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രൽ കോർട്ടെക്സിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണത്? സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ ആ ഒരു സെറിബ്രൽ കോർട്ടെക്സിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത്. സെറിബ്രൽ കോർട്ടെക്സിൽ വെച്ചാണ് വികാസപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടക്കുന്നത്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? വികാസപരമായ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടക്കുന്നത്. പക്വതയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ വ്യക്തിയുടെ അനുഭവതലവും ചിന്താശേഷിയും വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഒരു വ്യക്തി ഒരു പക്വത ഏജിൽ ആ ഒരു സമയത്തെത്തുമ്പോൾ എന്താണ്? ആ ഒരു വ്യക്തിയുടെ അനുഭവതലവും ചിന്താശേഷിയും എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. ചുറ്റുപാടുകളുമായിട്ടുള്ള ഇടപെടലുകൾ ചിന്തന പ്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. മനസ്സിലായല്ലോ? നമ്മളൊരു പക്വത എത്തുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത്, ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് പ്രധാനമായും 4 ഘടകങ്ങളുണ്ട് എന്നാര് പറയുന്നു? എന്ന് പിയാഷെ പറയുന്നു. അപ്പോൾ ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് പ്രധാനമായും എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളുണ്ടെന്ന് പിയാഷെ പറയുന്നു. ഏതൊക്കെയാണ്? ശാരീരികമാർന്ന പക്വതയാർജിക്കൽ, ബയോളജിക്കൽ മെച്ചുറേഷൻ, പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റി, സാമൂഹിക അനുഭവങ്ങൾ, സോഷ്യൽ എക്സ്പീരിയൻസ്, സന്തുലീകരണം, എന്താണ്? ഇക്വിലിബ്രേഷനാണ്. നമ്മൾ ഈ സന്തുലീകരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് സന്തുലീകരണം. അപ്പോൾ നമ്മുടെ പിയാഷെയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികസനത്തിന് എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ശാരീരികമായ പക്വതയാർജിക്കൽ, ബയോളജിക്കൽ മെച്ചുറേഷൻ, പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റി, സാമൂഹിക അനുഭവങ്ങൾ, സോഷ്യൽ എക്സ്പീരിയൻസ്, സന്തുലീകരണം, പിന്നെന്താണ്? ഇക്വിലിബ്രേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത്, മനുഷ്യന് അവൻ്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രായാനുസൃതമായി ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം വികസനപരമായ മാറ്റങ്ങൾ പരിപക്വനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ എന്താണ്? ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? പ്രായാനുസൃതമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമാണ്. ഇത്തരം വികസനപരമായ മാറ്റങ്ങൾ എന്താണ്? പരിപക്വനത്തിൻ്റെ ഫലമാണ്. അടുത്ത പോയിന്റ്, ശാരീരിക പക്വത വർദ്ധിക്കും തോറും പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകുവാനും ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും വ്യക്തി പരിശീലിക്കുന്നു. ഇവയെല്ലാം വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എന്താണ്? ഒരു വ്യക്തിയുടെ ശാരീരിക പക്വത വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ഇടപഴകാൻ തുടങ്ങും. ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും? അവൻ പഠിക്കാൻ തുടങ്ങും. സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? അവൻ ഏർപ്പെടാൻ തുടങ്ങും. വ്യക്തി എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അതിനൊക്കെ പരിശീലിക്കുന്നു. ഇവയെല്ലാം എന്താണ്? വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഉദാഹരണം എന്താണ്? ഒരു സീസോയിൽ നടക്കുന്ന നിരീക്ഷണങ്ങളിലൂടെ തുലനം ചെയ്യൽ എന്ന ആശയം കുട്ടി സ്വായത്തമാകുന്നു. എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടി നമ്മുടെ സീസോ ഉണ്ടല്ലോ, സീസോ ഇങ്ങനെ പൊങ്ങി തന്നും പോകുന്ന നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലുള്ള, അപ്പോൾ ആ ഒരു സീസോയിൽ ഒരു നിരീക്ഷണങ്ങളുടെ തുലനം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു കുട്ടി ആ ഒരു സീസോയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുക എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യുന്നു? ആ ഒരു കുട്ടി സ്വായത്തം ആക്കുന്നു. അപ്പോൾ അതിൽ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും? കുട്ടി നോക്കും. അടുത്ത്, വളരും തോറും വ്യക്തിയുടെ സാമൂഹിക ഇടപെടലും വർദ്ധിക്കുന്നു. നോർമലി എന്താണ്? ഒരു കുട്ടി വളരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ്റെ സാമൂഹിക ഇടപെടലും വർദ്ധിക്കുന്നു. അവനെ ഒരു മുറിയിൽ അടച്ചിട്ട് വളർത്തിക്കഴിഞ്ഞാൽ എന്താണ്? അവന് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ വളരും തോറും വ്യക്തിയുടെ സാമൂഹിക ഇടപെടലും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും ആർജിക്കുന്ന കാര്യങ്ങൾ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നതായി ആര് പറയുന്നു? നമ്മുടെ പിയാഷെ പ്രസ്താവിക്കുന്നു. അപ്പോൾ വളരുന്തോറും എന്ത് ചെയ്യുന്നു? ഒരു കുട്ടി സാമൂഹിക ഇടപെടലും വർദ്ധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും ആർജിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു. ഇത് പറഞ്ഞ ആരാണ്? നമ്മുടെ പിയാഷെയാണ്. സമൂഹവുമായി ഇടപെടുന്നതിലൂടെ സാമൂഹിക അനുഭവങ്ങൾ വർദ്ധിക്കുകയും സ്വന്തമായി അറിവ് സമ്പാദനത്തിനും പ്രയോഗത്തിനും ഇവ വ്യക്തിയെ സഹായിക്കുന്നു. നമ്മുടെ നോർമൽ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഒരു സമൂഹവുമായി ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? ഇടപെടുന്നതിലൂടെ സാമൂഹികമായിട്ടുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കുട്ടിക്ക് വർദ്ധിക്കുകയും സ്വന്തമായിട്ട് അവന് അറിവ് സമ്പാദനത്തിനും പ്രയോഗത്തിനും എന്ത് ചെയ്യുന്നു? പ്രയോഗത്തിന് എന്ത് ചെയ്യുന്നു? അത് ആ ഒരു വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ?
അടുത്ത ടോപ്പിക്കാണ് പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക മണ്ഡലത്തിലെ 2 അടിസ്ഥാന പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരു വൈജ്ഞാനിക മണ്ഡലത്തിൽ 2 അടിസ്ഥാന പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? അതിലൊന്ന് സംയോജനം, ഓർഗനൈസേഷൻ. 2 ഏതാണ്? അനുരൂപീകരണം, അഡാപ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ എത്ര പ്രക്രിയകളുണ്ട്? 2 അടിസ്ഥാന പ്രക്രിയകളുണ്ട്. ഒന്നേതാണ്? ഒന്ന് സംയോജനമാണ്. രണ്ടാമത്തേതാണ് അനുരൂപീകരണം. ഒന്നാമത്തേത് ഓർഗനൈസേഷനും രണ്ടാമത്തേതാണ് അനുരൂപീകരണം, അഡാപ്റ്റേഷനും ആണ്.